ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഈ കാണുന്നതാണ് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, 2 റോബസ്റ്റ് പഴം, അതുപോലെ തന്നെ ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പാലിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് നല്ല കോൾഡായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിനൊക്കെ ചെറിയ വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റോബസ്റ്റ് പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫോർക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഈസി. ഒട്ടുമിക്ക വീഡിയോസിൽ എല്ലാവരും ഫോർക്ക് വെച്ച് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഫോർക്കില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. നിങ്ങൾ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. വേഗം നമുക്ക് ഈ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരിക്കും കഴിക്കുമ്പോൾ ഒന്നും അറിയില്ല, കണ്ടപ്പോൾ ഒരു ആഗ്രഹം ചെയ്തതാണ്. അതുപോലെ തന്നെ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചത്. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ചേർക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടെ ഫ്ലേവറാണെന്ന് തോന്നുന്നു. ഒട്ടുമിക്കവരും അങ്ങനെയാണ് ചെയ്യണ കണ്ടിട്ടുള്ളത്, അതുപോലെ നമ്മളും ചെയ്ത് നോക്കുക തന്നെ. ബട്ടർ ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ഒരു സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കണം പഴം വെച്ച് കൊടുക്കാം. പഴം വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ സ്മാഷ് ചെയ്ത പഴം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് റോബസ്റ്റ് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുപഴമായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ റോബസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് ചെയ്യണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. പാലും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ, ഇളക്കി ആ ബ്രെഡ് ആ പാലൊക്കെ വലിച്ചെടുക്കണ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പൊട്ടിപ്പോകുന്നത്, കാരണം നല്ല സോഫ്റ്റായിരുന്നു. ആ പാലിൽ ഈ ബ്രെഡൊക്കെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്, അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അപ്പുറത്തെ സൈഡ് ഇതേപോലെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലാണേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.